ഈ കാണുന്ന സ്നേഹത്തോടെ എൻ്റെ അടുത്ത് സൊറ പറയുമല്ലോ, എൻ്റെ തലയിലെ താരൻ ഇളക്കി തരൂ. എൻ്റെ തലയിലെ അവസ്ഥ കണ്ടോണം. നല്ല രീതിയിൽ മുടി ഉള്ളൊരു തലയായിരുന്നു എൻ്റെ ഈ തലയെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോണം താരൻ്റെ ഒരു അയ്യര് കളിയാണ്. നിങ്ങളിത് കണ്ടോണം പൊറ്റ പിടിച്ചിരിക്കുന്നത്. ഈ വെള്ളം പിടിച്ച് പൂപ്പൽ പഞ്ചസാര പോലെ ഇരിക്കുന്ന ഈ സാധനം കണ്ടോ, തലയ്ക്കകത്ത് എങ്ങനെ വന്നെന്ന് അറിയാം. കഴിഞ്ഞ 1.5 ആഴ്ചയുടെ തലയ്ക്കകത്ത് മൊത്തം ഇതവസ്ഥ. കുടഞ്ഞിട്ടാൽ വീഴുന്ന കാണണം. എൻ്റെ മോനെ, ഇതിനൊരു അറുതി വരുത്തണം. കാരണം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഷണ്ടിയാകും എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്തി. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങ് ചെയ്താളെ. കാരണം ശരീരം മാറ്റുന്ന എനിക്ക് മുടിയുടെ ഹെൽത്ത് കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് എറണാകുളത്തുള്ള ഗ്ലോ റൂട്ട്സിൽ ഞാൻ വന്നു. സോ അവിടെ ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ എനിക്കാണെങ്കിൽ ആ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചത്, എൻ്റെ പൊന്നു മോനെ എന്തുകൂടെ നിൻ്റെ തലയ്ക്ക് അതിങ്ങനെ പറ്റിയിരിക്കുന്ന പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചത്. കാരണം ഫുള്ളിങ്ങനെ ഇരിക്കുകയാണ്, സ്പ്രെഡായി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നമുക്കിത് ശരിയാക്കാം, ഇത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അങ്ങനെ അവിടുന്ന് മരുന്നും വാങ്ങിച്ച് ബില്ലും കൊടുത്ത് ഞാൻ ഈ താരൻ ഉണ്ടാകുമ്പോൾ മെയിൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ വയറിൽ ഗ്യാസ് നല്ല രീതിയിൽ ഫോം ആവുന്നുണ്ടെങ്കിൽ, എനിക്ക് നല്ല ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ഉണ്ട്, അത് താരൻ ഫോം ആവാനുള്ള ഒരു മെയിൻ ഘടകമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇത് എങ്ങനെ കുറയ്ക്കണം, ഈ താരൻ എങ്ങനെ കൃത്യമായിട്ട് ഒരാഴ്ച കൊണ്ട് ക്ലീൻ ആക്കി കാണിക്കാം. സോ ഒന്ന് ചെയ്യാൻ നമ്മുടെ കൂടെ കുടിക്കുക, ഫോളോ ചെയ്ത് കുടിക്കാൻ ഞാൻ കാണിച്ചാൽ ഒരാഴ്ചയായിട്ട്.